ഏകദേശം 1.5 വർഷത്തോളം നമ്മളെ കയ്യിലുള്ള ഒരു കെസോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ആക്ഷൻ ക്യാമറയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ ക്യാമറയിലൂടെയാണ്. നമ്മൾ ഇന്ന് ഈ ക്യാമറയുടെ ഒരു ഡീറ്റെയിൽഡ് ഫുൾ റിവ്യൂ ആയിരിക്കും ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കെസോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു CS6 എന്ന് പറഞ്ഞ മോഡൽ ക്യാമറ. ഈ ക്യാമറ ഏകദേശം ഞങ്ങളെ കൈ കിട്ടിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണെന്ന്. ക്യാമറയ്ക്ക് വരുന്നത് മാക്സിമം 24 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് 2 ഡിസ്പ്ലേകളും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റും. ക്യാമറയിലെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് ക്യാമറയുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്വിച്ചസും പിന്നെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ചും കാണാൻ പറ്റും. അതായത് ടോട്ടലി 3 സ്വിച്ചുകൾ മാത്രമാണ്. അതിൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്വിച്ച് നമുക്ക് വൈഫൈ കണക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലൈവായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ സ്വിച്ച് മോഡ് സ്വിച്ച്, അതായത് നമുക്ക് വീഡിയോയിലേക്ക് മാറ്റാനും ക്യാമറയിലേക്ക് മാറ്റാനുള്ള മോഡ് സ്വിച്ചാണ്. അത് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ ടു അതായത് ബാക്കിൽ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ക്യാമറയ്ക്ക് ഒരു ചെറിയ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ ഈ മോഡിൻ്റെയും വൈഫൈ കണക്ഷൻ്റെ ഇടയിലായിട്ടാണ് ഈ ചെറിയ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ, അതായത് ഇത് തന്നെയാണ് പവർ ബട്ടണും നമ്മളെ ക്യാപ്ചറിങ് ബട്ടണും ഇത് തന്നെയാണ്. അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതും സെയിം ബട്ടൺ തന്നെ. സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു HDMI ഔട്ടും പിന്നെ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഫിക്സ് ആയിട്ട് ഒരു C-പോർട്ടും. ക്യാമറയിൽ ഏറ്റവും അടിഭാഗത്താണ് നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ട്രൈപാഡ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആക്ഷൻ ക്യാമറയുടെ ബാറ്ററി എന്ന് പറയുന്നത്. 1350 mAh ഒരു ബാറ്ററിയാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂറോളം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് നമ്മളെ 2 ബാറ്ററി, ക്യാമറയ്ക്ക് വരുന്നത് 2 ബാറ്ററിയാണ്. ആ 2 ബാറ്ററി നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാർജർ കമ്പാർട്ട്മെൻ്റ് ആണിത്. C-പോർട്ടാണ് നമുക്ക് ചാർജിങ് ടൈപ്പ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ക്യാമറയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ മൈക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്ക് തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. നമുക്ക് ക്യാമറയുടെ കൂടെ കിട്ടിയ ആക്സസറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗണ്ടുകളാണ് ഇത്. അത് ബാക്കിയുള്ള കുറച്ചെണ്ണം നമ്മൾ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന മൗണ്ടാണ് നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് 2 എണ്ണം നമുക്ക് ചെസ്റ്റ് റാപ്പിലും. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. ഇത് 2 എണ്ണം നമുക്ക് ട്രൈപാഡിലും മറ്റും ഫിക്സ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇതും ചെസ്റ്റിലാണ്. പിന്നെ ഇത് നമുക്ക് ഹെൽമെറ്റിന് മുകളിൽ ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള സാധനം. ഈ മൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചെസ്റ്റിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് മൗണ്ടാണ്. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറയ്ക്ക് വരുന്ന ഒരു കുഞ്ഞൻ ട്രൈപാഡ്. ഇത് ക്യാമറയുടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു വാച്ച് പോലെ ഇരിക്കുന്ന ഒരു റിമോട്ടാണ് കേട്ടോ. ഇതാണ് വാട്ടർ പ്രൂഫ് കേസ്. പിന്നെ നമ്മുടെ ആക്ഷൻ ക്യാമറയിൽ വരുന്നത് ടൈം ലാപ്സ്, സ്റ്റെബിലൈസേഷൻ, സ്ലോ മോഷൻ, അങ്ങനെ ഒരു ആക്ഷൻ ക്യാമറയിൽ വേണ്ടതെല്ലാം നമ്മളിത് ഈ ക്യാമറയിനകത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്സസറീസ് ഒക്കെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഫോട്ടോ, ഓഡിയോ, വീഡിയോ ടെസ്റ്റിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നതും കേൾക്കുന്നതും നമ്മളെ ആക്ഷൻ ക്യാമറയിലൂടെയാണ്, അതും വിത്തൗട്ട് മൈക്കിൽ. അതായത് നമ്മളെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിലാണ് നമ്മളിപ്പോൾ എൻ്റെ ഓഡിയോ കേൾക്കുന്നത്. ഇതാണ് നമ്മളെ ഒരു വിഷ്വൽ ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ ഡൈനാമിക് റേഞ്ച്. അതായത് ഇപ്പോൾ എൻ്റെ വെളിച്ചം വരുന്നത് നേരെ പുറകിൽ നിന്നാണ്. അതുകൊണ്ട് എൻ്റെ ഫേസ് ക്ലിയർ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഓടുകയാണ്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ കുറച്ച് പോരായ്മയാണ്. നല്ല രീതിയിലുള്ളൊരു ഷെയ്ക്ക് ഉണ്ട്. ഒരു ആക്ഷൻ ക്യാമറയുടെ അത്രയും ഒരു സ്റ്റെബിലൈസേഷൻ ഇതിന് വരുന്നില്ല. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഫിക്സ് ആയിട്ടുള്ള ഓഡിയോ ആണ്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ, കൊള്ളാമോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ക്യാമറയുടെ ഒരു ഫീച്ചർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മോട്ടോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വിൻ നോയ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് താനെ റിഡക്ട് ചെയ്തോളും. അപ്പോൾ ഇനി നമുക്ക് ഒരു മോട്ടോ വ്ളോഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്യാമറ റെക്കോർഡ് ആക്കിയത് നമ്മളെ കെസോണിന്റെ റിമോട്ട് വെച്ചിട്ടാണ്. ഇനി നമുക്ക് റൗണ്ട് അടിച്ച് വരാം. ഓക്കെ, ഞങ്ങൾ എന്നാലും ഒരു റൗണ്ട് അടിച്ച് വരാം. ആണ് ഇവിടുന്ന് ഇറക്കണോ? നമ്മൾ വീടിൻ്റെ വഴി കുറച്ച് ഓഫ് റോഡാണ്. വീട് കഴിഞ്ഞാലൊക്കെ മൂഞ്ചും. ഇവിടുത്തെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ വഴി? നല്ല കിടിലൻ ഓഫ് റോഡ്, ഒരു ടെറൈനൊക്കെ കഴിഞ്ഞിട്ട് പോകണം, എന്നാലും നമുക്ക് നല്ല റോഡിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴത്തുള്ള റോഡ് കൂടെയാണ് ഓടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ വിട്ടു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും വിൻ നോയ്സ് വരുന്ന സമയത്ത് മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു കാർ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലുള്ള അങ്ങാടി എന്ന് പറയുന്നത്. അതായത് പള്ളിപ്പോയിൽ എന്ന് പറയും. വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള തന്നെയാണ്. ഏകദേശം 100-200 മീറ്റർ എങ്ങാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാറ്. നമുക്ക് ഇതിലേ ഇങ്ങോട്ട് കയറാം.
ഇതിലങ്ങോട്ട് ചതുരത്തിലൊരു റോഡാണ്. ഇങ്ങോട്ട് കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും വന്ന വഴി തന്നെ ആയിട്ട് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ വിട്ടു വെക്കാം. ഇതിന്റെ വിൻഡ് നോയ്സ് റിഡക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ എൻ്റെ വീടിന്റെ കുറച്ച് 1/2 കിലോമീറ്റർ മാറിയിട്ടാണുള്ളത്. ഇനി അടുത്ത ഒരു മെയിൻ റോഡിലേക്ക് പോവാണ്, അതായത് ബൈപ്പാസിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 50 km/h ഓടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഫേസിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട്. വിൻഡ് നോയ്സ് വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വീടിന്റെ വഴി കുറച്ച് ഓഫ് റോഡാണ്, കുറച്ച് നല്ല കുറച്ചധികം. അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ പുറത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ വീട്ടിലെത്തിയ സുഹൃത്തുക്കളെ. പിന്നെ എനിക്ക് കുറച്ച് ക്യാമറയുടെ നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ട ഒരു സ്റ്റെബിലൈസേഷൻ അല്ല കൊടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കായിരുന്നു. അതുപോലെ തന്നെ മൈക്കും നമ്മൾ ഇപ്പോൾ ഈ കയ്യിൽ നിന്ന് ട്രൈപ്പോഡ് ഈ കയ്യിലേക്ക് മാറ്റുന്ന സമയത്ത് അതുവരെ സൗണ്ട് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റർബായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻബിൽറ്റ് മൈക്ക് കേട്ടോ, അതുകൊണ്ട് അതും കൂടി കുറച്ചൊന്ന് പോരായ്മയാണ്, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. പിന്നെ ഉള്ളതാണ് നമ്മുടെ ലോ ലൈറ്റ് പെർഫോമൻസ്. അതും പറ്റ ശോകമാണ്. ലോ ലൈറ്റ് പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു മങ്ങൽ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്കിതിൻ്റെ വാട്ടർ പ്രൂഫ് കേസ് ഉപയോഗിച്ച് നമുക്ക് അണ്ടർ വാട്ടർ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ തൽക്കാലത്ത് അത് ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം കുളമൊക്കെ വെള്ളം വറ്റി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മളെ കെസോൺ എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഓവറോൾ ഗുഡാണ്. എന്തായാലും ഇത് വാങ്ങാനുള്ള പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.